മെച്ചപ്പെട്ട ഒരാളാണ് മേയർ ആവേണ്ടത്. കുറച്ചുകൂടെ രാഷ്ട്രീയ പരിചയമുള്ള, കോർപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള, അനുഭവ സമ്പത്തുള്ള, എന്നെക്കാളും എനിക്ക് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. അപ്പോൾ കുറച്ചും കൂടെ 30 വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാനതിനെ അംഗീകരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് നിരാശയോ നീരസമോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത്. ഒന്നും ഇല്ലെന്നേ, അതൊക്കെ നിങ്ങൾ പറയുന്ന കഥകളല്ലേ. അങ്ങനെ അവഗണിക്കപ്പെട്ടതായിട്ടോ അങ്ങനെ എന്താണ് ചതിച്ചതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതല്ല ഉണ്ടായത്. അങ്ങനെയാണ് 10 സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചുമതല. അതാണ് പെട്ടെന്ന് മാറിയിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ദിവസമാണ് എൻ്റെ പേര് വീണ്ടും 3ാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ പ്രതികരണമല്ല ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഹാപ്പിയാണ്, സംതൃപ്തിയാണ്. ഞാൻ കൗൺസിലറായിട്ട് ഒരു 5 വർഷത്തേക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മോനെ, ഒരു അനുരഞ്ജനം വേണ്ടി വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്നു, വാർത്തകൾ പറയുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി. നിങ്ങൾ തന്നെ അതിന് മറുപടി പറയുന്നു. വാർത്തകൾ, പത്രക്കാർ പറയുന്ന വാർത്തകളെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുമില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയുകയില്ല.